അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ എൻ്റെ കുട്ടികളെ, അൽഹംദുലില്ലാഹ് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ താരീഖിൻ്റെ റിവിഷൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ അതിൻ്റെ ചോദ്യോത്തരങ്ങൾ, ഒരു മോഡൽ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അഫ്ഷു സലാമ ഡാഷ്. എന്താ ഉത്തരം? സലാം വ്യാപിപ്പിക്കൽ. 2, അത്വഇമുത്ത്വആം. അത്വഇമുത്ത്വആം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. അപ്പൊ ഭക്ഷണം സ്വതക്ക ചെയ്യൽ. അടുത്തത് സിലുൽ അർഹാം, കുടുംബ സന്ദർശനം. അടുത്ത അൽ മുഹാജിറൂൻ, മക്കയിൽ നിന്ന് വന്നവർ. അൽ അൻസാർ, മദീനയിൽ സ്വീകരിച്ചവർ. ഇതാണ് ചേരുംപടി. അടുത്ത ചോദ്യം എന്താണ്? ബദറിൽ തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണം അടച്ചു മോചിതരായി, മറ്റുള്ളവർ എങ്ങനെ മോചിതരായി? ഇതാ ഉത്തരം കണ്ടോ? തടവിലാക്കപ്പെട്ടവർ ചിലർ പണം അടച്ചു മോചിതരായി, മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു മോചിതരായി. മറ്റുള്ളവർ എങ്ങനെയാണ്? 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു മോചിതരായി. അടുത്ത ചോദ്യം, ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തത്? ദുആ ചെയ്തത്. അടുത്തത്, സ്വഹാബികളുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്വഹാബികളുടെ ലക്ഷ്യം? അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയും ദീനിന്റെ ഇസ്സത്തുമായിരുന്നു അവിടെ. എന്തൊക്കെ? അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എന്താണ്? തൃപ്തിയും ദീനിന്റെ ഇസ്സത്തും. അതാണ്. അപ്പൊ അവരെ ഇഷ്ടം വാങ്ങുക, അള്ളാഹിന്റെയും റസൂലിന്റെ ഇഷ്ടം ഉണ്ടാവുക, പിന്നെ ദീനിന്റെ പുരോഗതി, അതിന്റെ പ്രതാപം, ഇസ്സത്ത്. അടുത്തത്, മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാളെ എന്തായാലും ആ ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്താണ്? ബനു ഖയുൻഖാ, ബനു ഖുറൈള, ബനു നദീർ. ഒക്കെ ബനു എന്നുണ്ടാവും. ഏതൊക്കെയാണ്? ബനു ഖയുൻഖാ, ബനു ഖുറൈള, ബനു നദീർ. പഠിച്ചില്ലേ? പിന്നെ അടുത്ത്, ആര് ആരോട് പറഞ്ഞു? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? നമുക്ക് ആ ചരിത്രം ഓർമ്മ ഉണ്ടാവണം, എന്നാലേ അങ്ങനെ പറയാൻ കിട്ടുള്ളൂ. ആര് ആരോട് പറഞ്ഞതാണ്? ഇതാ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ട, അപ്പോൾ ആരാ ഇത് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആരോടാണ് പറഞ്ഞത്? ഇതാ, മദീനയിലെ സമ്പന്നനായ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു. അടുത്തത്, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ആരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്കാരോട് പറഞ്ഞു, അല്ലെങ്കിൽ അൻസാറുകളോട് പറഞ്ഞു. അങ്ങനെ എഴുതിയാലും മതി. അടുത്ത, 2 വീതം എഴുതാം. മദീന പള്ളി നിസ്കാരത്തിന് പുറമെ ഉപയോഗിക്കപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 2 എഴുതിയാൽ മതി. അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കൽ. അങ്ങനെ ആയിരുന്നു. എന്തൊക്കെയാ? അപ്പോ കോടതി എളുപ്പമുണ്ട്. കോടതി എഴുതാൻ കുറച്ചല്ലേ ഉള്ളൂ. കോടതി, കൂടിയാലോചന ഭവനം, പിന്നെ വിജ്ഞാന കേന്ദ്രം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കൽ. അങ്ങനൊക്കെ 2 എഴുതിയാൽ മതി. അടുത്ത, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയ കാരണത്താലുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അങ്ങനെ ഒരു എന്തുണ്ടാക്കി? സാഹോദര്യം ഉണ്ടാക്കി. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെ മാറ്റങ്ങൾ? 2 എഴുതിയാൽ മതി. പരോപകാരം, സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. 2 പഠിക്കുക. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു, എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. അടുത്ത ചോദ്യം, മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? മദീന കരാർ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മദീന കരാർ എന്ന് പറഞ്ഞാൽ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറാണ് എന്ത്? മദീന കരാർ. എന്തായിരുന്നു? വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങളില്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമാണ്. അങ്ങനെയാണ് മദീന കരാർ ഉണ്ടാക്കി. മദീന കരാർ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്താ? മദീന സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു സ്ഥലമായി. ഒന്ന് പഠിച്ചോ, മദീന സുരക്ഷിതത്വം നിറഞ്ഞ സ്ഥലമായി. 2, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾക്ക് ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. ആളുകൾ എല്ലാവരുടെയും അവകാശങ്ങൾ കടമകളും ഉറപ്പാക്കാൻ ഈ കരാർ സാധിച്ചു. അടുത്തത് അർത്ഥം എഴുതാനാ. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അടുത്ത് കള്ളികൾ പൂർത്തിയാക്കാനാണ്. എന്താണ്? കള്ളികൾ പൂർത്തിയാക്കാം. ബദർ യുദ്ധത്തിന്റെ തീയതി. ബദർ യുദ്ധം എന്നാണ് നടന്നത്? അത് എഴുതാനാണ്. എന്നാണ് നടന്നത്? ഹിജറ 2-ാം വർഷം റമദാൻ 17. ഹിജറ 2-ാം വർഷം റമദാൻ 17. അടുത്ത ചോദ്യം, മുസ്ലിങ്ങളുടെ എണ്ണം. അന്ന് മുസ്ലിങ്ങളുടെ എത്ര ആളുണ്ടായിരുന്നു? 313 അല്ലേ? അടുത്തത് ശത്രുക്കളുടെ എണ്ണം. ശത്രുക്കൾ എത്ര ആളുണ്ടായിരുന്നത്? 1000 ആളുകൾ ഉണ്ടായിരുന്നു. 1000. അടുത്തത് ശുഹദാക്കൾ എത്രയാണ്? 14. പിന്നെ കൊല്ലപ്പെട്ട ശത്രുക്കൾ എത്രയാണ്? 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. ജൂത പണ്ഡിതൻ ആരാണ്? അബ്ദുല്ലാഹിബിൻ സലാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ സഹോദരൻ ആരാണ്? സഅദ് ബിൻ റബീ റളിയല്ലാഹു. മദീനയിൽ പള്ളി പണിയാനുള്ള സ്ഥലത്തിന്റെ പണം നൽകിയത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച വീട് ഏതാണ്? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്. അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യ പേപ്പർ. എല്ലാവരും നല്ല ഉഷാറാക്കിയിട്ട് അൽഹംദുലില്ലാ താരീഖിൽ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണം ഇൻഷാ അല്ലാഹ്. നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ താരീഖ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും. അള്ളാഹു നാളത്തെ പരീക്ഷ നമ്മളെ പ്രിയപ്പെട്ട 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എളുപ്പമാക്കി തരട്ടെ. എല്ലാ നിലക്കും പരമാവധി എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാനും അതുപോലെ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും, പ്രത്യേകിച്ച് താരീഖിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡേറ്റുകൾ, അതുപോലെ ആളുകളുടെ പേരുകൾ, പ്രധാന സംഭവങ്ങൾ, ഇതൊക്കെ നല്ല ഓർമ്മ വേണം. അള്ളാഹു എല്ലാവർക്കും നല്ല ഓർമ്മ നൽകുമാറാവട്ടെ. ആമീൻ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി പഠിക്കുന്ന കാര്യങ്ങൾ നാളെ രാവിലെ ഒന്നും കൂടി റിവിഷൻ ചെയ്ത് കേൾക്കണം, അല്ലെങ്കിൽ പഠിക്കണം. കാരണം രാവിലെ നേരത്തെ എണീക്കുക. രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലവിടെ ഉറക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നല്ല മാർക്കോടെ പാസ്സാവണം. അസ്സലാമു അലൈക്കും.